ശരവണ ഭവനിലെ ദോശയുടെയും ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ നമുക്കൊരു ചട്നി കിട്ടും. അതിൻ്റെ സ്വാദ് തന്നെ വേറൊരു ലെവൽ തന്നെയാണ്. വരും നമുക്ക് അതുപോലൊരു ചട്നി ഇന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്കൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. സവാള നമുക്ക് തോനെ ബ്രൗണായി വരേണ്ട ആവശ്യമില്ല. ഈ പരുവം മതി. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 2 തക്കാളി ഇതിനകത്തേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം സ്വല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്കത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ആറാൻ വെച്ച് കൊടുക്കാം. ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് സ്വല്പം ഉഴുന്ന് പരിപ്പ് കൊണ്ട് ഇട്ട് കൊടുക്കാം. സ്വല്പം ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് അരച്ച് വെച്ച് നമ്മളെ ചട്നി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മളെ ശരവണ ഭവനിൽ കിട്ടുന്ന ചട്നി